ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ജഗന്നാഥൻ പറയുക, എടി അമ്പികെ, നീ ആ പാവം മഹാദേവ വർമ്മയെ ഒരു ദയദാക്ഷിണ്യമില്ലാതെ നീ ഷൂട്ട് ചെയ്ത് കൊന്നില്ലേടി? അതേടാ, ഞാൻ കൊന്ന്, നിർത്തടാ നിന്റെ നാവാട്ടം എന്നിങ്ങനെ അംബിക പറയുമ്പോൾ അംബികയുടെ ഫോണിലോട്ട് ദീപക്ക് വിളിക്കുന്നുണ്ട്. അമ്മേ, ആ പത്മാവതി ഗോഡൗണിൽ നിന്ന് രക്ഷപ്പെട്ട്. എന്ത്? പത്മാവതി ഗോഡൗണിൽ നിന്ന് രക്ഷപ്പെട്ടെന്നോ? അത് കേട്ട് ജഗന്നാഥൻ അങ്ങ് പൊട്ടിച്ചിരിക്കുവാണ്. അംബികേ, പത്മാവതി നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ ആളിക്കത്തുന്ന തീയാകും. കൊടുങ്കാറ്റായി അവൾ നിന്റെ നേരെ വരും. നിന്റെ മരണം അടുത്തിരിക്കുന്നടി അംബികെ. അംബിക അവിടെ നിൽക്കുന്ന തളിമാടന്മാരായ ഗുണ്ടകളോട് പറയുന്നു, എന്താടാ നീയൊക്കെ നോക്കി നിൽക്കുന്നത്? ദാണ്ട് ഇവൻ എന്നെ വെല്ലുവിളിക്കുന്ന കേട്ടില്ലേ? കൊടുക്കടാ ഇവന്. അവന്മാർ മൃഗത്തെ തല്ലുന്ന പോലെ പാവം ജഗന്നാഥനായിട്ട് ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുവാണ്. അടിയും ഇടിയും തൊഴിയും കൊണ്ട് ജഗന്നാഥൻ പൊളയുന്നത് കണ്ട് അംബിക നോക്കി നിന്നങ്ങ് രസിക്കുവാണ്. അംബിക പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് ദീപക്കിനോട് പറയുന്നു, എടാ, അവളെ അങ്ങനെ വിടരുത്. അവൾ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. അവളെ ഏത് വിധേനയും കണ്ടെത്തിയില്ലെങ്കിൽ അവൾ നമ്മളെ നശിപ്പിച്ചു കളയും, നമ്മളെ തകർക്കും മോനെ. അമ്മയും മകനും ചേർന്ന് അങ്ങനെ പത്മാവതിക്കും ആർക്കൊക്കെയോ എന്തൊക്കെയോ പണി കൊടുക്കാനുള്ള ഗൂഢാലോചനകൾ നടത്തുന്നത് നമ്മുടെ ഋതിക കാണുന്നുണ്ട്. ഋതിക അവരുടെ അടുത്തോട്ട് നടന്നു വരുന്നത് കണ്ട് പെട്ടെന്ന് അമ്മയും മകനും അങ്ങ് ഞെട്ടിപ്പോയി. അംബിക ഋതികയോട് ചോദിക്കുന്നു, നിക്കടി, നിന്റെ കറക്കമൊക്കെ കഴിഞ്ഞോടി? ഒരു കൂസലുമില്ലാതെ നമ്മുടെ ഋതിക പറയോ, കറക്കമൊക്കെ വേറെ ചിലരല്ലയോ? എടി, നീ എന്ത് ഭാവിച്ചിട്ടടി? ഞാൻ ഒന്നും ഭാവിച്ചിട്ടില്ല അമ്മായി. അഹങ്കാരം അല്പം പോലും തൊട്ട് നീണ്ടിട്ടില്ലാത്ത നമ്മുടെ ദീപക്ക് പറയുന്നു, അമ്മേ, ഇവിടെ വായി വരുന്നതല്ല അഹങ്കാരമാ. ഇവളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഈ തറവാടിന് തന്നെ നാണക്കേടാ. ഋതിക അതുപോലെ തന്നെ ഒട്ടും കൂസലില്ലാതെ ഒരു കളിയാക്കി ചിരിയോടെ പറയുക, ഈ നാണക്കേടൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന ആരാണെന്ന് നാട്ടുകാർക്കും ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ലതുപോലെ അറിയാം. അതോടെ അമ്മയുടെ മോൻ്റെ നാവൊന്നടഞ്ഞ്. പക്ഷേ ഈ ശബ്ദമൊക്കെ കേട്ടുണ്ട് ശേഖരനും യാമിനിയും അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്ത് കണ്ടിട്ടാടി ഇത്രയൊക്കെ ധിക്കാരം ഇവിടെ കാണിക്കുന്നത്? നിന്റെ അച്ഛനെ കണ്ടിട്ടാണെങ്കിലേ അറിയാമല്ലോ ഇവിടെ ഉണ്ടായ അനുഭവം എന്താന്ന്. പ്രതാപനെ, ഞാൻ പറയുന്നതേ കേൾക്കൂ. ഞാൻ വരയ്ക്കുന്ന വരയിൽ നിന്ന് ഒരണുവിട അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കത്തില്ല. അതാണല്ലോ അമ്മായി ഈ വീടിൻ്റെ കഷ്ടകാലം തന്നെ. കഷ്ടകാലം അതൊന്നും അല്ലടി. ഞാൻ പറയുന്നത് അനുസരിക്കാതെ ആരിവിടെ ജീവിക്കുന്നു അവർക്കാടി കഷ്ടകാലം. അതുകൊണ്ട് നീ എന്നോടുള്ള മത്സരമൊക്കെ അങ്ങ് അവസാനിപ്പിച്ചോ, അല്ലെങ്കിലേ നിന്റെ കാര്യം എങ്ങനെയാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പ്രതാപൻ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രതാപൻ ശേഖരനോട് ചോദിക്കുന്നു, എന്താ പ്രതാപ എല്ലാവരും കൂടി നിൽക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ചേട്ടാ, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. അംബിക പെട്ടെന്ന് പറയുക, പ്രതാപ, ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ കുടുംബത്തിന് അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ഉണ്ട്. അതൊക്കെ നശിപ്പിക്കാതിരിക്കാനാ ഞാനീ പറയുന്നതൊക്കെ. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതുമൊന്നും പറയിപ്പിക്കരുത്. പ്രതാപൻ ശേഖരനും യാമിനിയെ നോക്കുന്നു. യാമിനി പറയുക, അയ്യോ പ്രതാപേട്ടാ, ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്താ ചേച്ചി കാര്യം? എന്താന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞെങ്കിലല്ലേ എനിക്കറിയാവൂ. നിന്റെ മകളെ കണ്ടവരോടൊപ്പം രാത്രി സഞ്ചാരമൊക്കെ തുടങ്ങി. എന്താ ചേച്ചി പറയുന്നത്? കണ്ടവരോടൊപ്പോ? നിന്റെ പിയ രാജു, അല്ലാതെ ആരാകാനാ? രാത്രികാലങ്ങളിൽ ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഇങ്ങനെ കണ്ട നേരത്തൊക്കെ ചുറ്റി നടന്ന നാട്ടുകാരെന്തു പറയും പ്രതാപ? പ്രതാപൻ ഋതികയോട് ചോദിക്കുന്നു, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? അതെ, ഞാനൊരു സംഭവം അന്വേഷിക്കാൻ പോയതെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിന് എതിരായിട്ടാണ് ഉണ്ടായത്. ഞാൻ അന്വേഷിച്ചതിന് കൃത്യമായ തെളിവ് ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് കിട്ടിയിരുന്നെങ്കിലേ എനിക്ക് ചിലരുടെയൊക്കെ മുഖം മൂടി വലിച്ച് കീറാവായിരുന്നു. പ്രതാപൻ അത് കേട്ടിട്ട് ദേഷ്യത്തോടെ ഋതിയോട് പറഞ്ഞു, ചി നിർത്തടി, നീ ആരാടി അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ? വേണ്ടേ, ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. പഠിക്കാൻ അനുവാദം നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്, അത് മാത്രം ചെയ്താൽ മതി. പെട്ടെന്ന് അംബികയ്ക്ക് മകനും അങ്ങ് ചിരി വരുന്നുണ്ട്. ഋതിയെ അത് നടക്കാൻ വേണ്ടി പറയുന്നു, ശരി സാർ, മനസ്സിലായി സാർ. പിന്നെ പ്രതാപൻ ഒന്നും പറയാൻ പറ്റിയില്ല. പ്രതാപൻ പെട്ടെന്ന് മുകളിലോട്ട് കയറി അങ്ങ് പോവുകയാണ്. അംബികയെ ദീപക്കിനെ നോക്കി നമ്മുടെ ഋതിയെ ഒരു കളിയാക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് നടന്നങ്ങ് പോവാണ്. അംബികയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. രാവിലെ പ്രതാപനെ കാണാൻ കുറേ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ വന്ന് അവിടെ ഇരിപ്പുണ്ട്. പ്രതാപൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ഋതിക കുളിച്ച് തുളസിത്തറയ്ക്ക് വിളക്ക് കത്തിച്ച് തൊഴുവാണ്. ഇതിങ്ങനെ പ്രതാപൻ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. ഋതിക അങ്ങനെ തൊഴുതിട്ട് പ്രതാപനെയോ അവിടെ ഇരിക്കുന്ന ആരെയും തന്നെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുകയാണ്. ആ സമയത്ത് അങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. കാറിൽ നിന്ന് മധ്യവയസ്കനായ ഒരാൾ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ പ്രതാപൻ ആളിനെ അത്രയ്ക്ക് അങ്ങോട്ട് പിടികിട്ടിയില്ല. പ്രതാപന് മനസ്സിലാകാതെ വന്ന ആളിനെ ഇങ്ങനെ നോക്കുന്ന കണ്ടിട്ട് ആ വന്ന ആൾ തന്നെ പറയുന്നുണ്ട്, വർമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അയ്യോ, പ്രഭാകരൻ സാറല്ലയോ?
നമ്മൾ എത്ര കൊല്ലമായി കണ്ടിട്ട്? അതേടോ പ്രതാപ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങൾ ഒരുപാടായി അല്ലേ? അംബിക അവിടെ ഒന്ന് നോക്കുന്നുണ്ട്. ആരോ വന്നിട്ടുണ്ടല്ലോ, ആരാന്ന് അവൾക്കും മനസ്സിലാകുന്നില്ല. പ്രതാപൻ അവിടെ വന്നൊരു രാഷ്ട്രീയക്കാരോട് പറയുന്നു, നിങ്ങളിവിടെ ഇരിക്ക്, ഞാൻ ഇപ്പം വരാം എന്നും പറഞ്ഞ് പ്രഭാകരൻ സാറുമായിട്ട് അകത്തോട്ട് കയറി പോവാണ്. ചേച്ചിക്ക് ആളിനെ മനസ്സിലായില്ലേ? പ്രഭാകരൻ സാറ് റിട്ടയർഡ് DIGയാ. കാലപ്പഴക്കങ്ങൾ ചിലരുടെ ഓർമ്മകളെ മായ്ച്ചു കളയും, അതാണ് ഇവിടെയും സംഭവിച്ചത് എന്നിങ്ങനെ പ്രഭാകരൻ സാർ പറയുന്നുണ്ട്. സാറെന്താ ഓർക്കാപ്പുറത്ത് ഈ വഴിക്കൊക്കെ ഒന്ന് വന്നത്? എനിക്ക് ഇന്നലെ സെക്രട്ടേറിയറ്റ് വരെ ഒന്ന് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ വന്ന കാര്യങ്ങളൊക്കെ പരിഹരിച്ചു. പിന്നെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ താമസിച്ചു. അങ്ങനെ രാവിലെ മടങ്ങുന്ന വഴിയിലാണ് എനിക്ക് വർമ്മയെ കാണണമെന്ന് തോന്നിയത്. ഞാനിങ്ങോട്ട് വന്നതും എന്തായാലും ഇതുവഴി പോകുന്നതല്ലേ, എന്നാൽ വർമ്മയെ കണ്ടിട്ട് തന്നെ പോകാമെന്നങ്ങ് കരുതി. വർമ്മയുടെ എല്ലാ വിവരങ്ങളും ഞാൻ അറിയുന്നുണ്ട്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, സംസ്ഥാനം ഭരിക്കുന്ന ആളല്ലയോ. എനിക്ക് ആത്മാർത്ഥമായ സന്തോഷമുണ്ട് തൻ്റെ ഈ വളർച്ച കാണുമ്പോൾ. പ്രതാപൻ ചോദിക്കുന്നു, സാറിൻ്റെ ഫാമിലിയൊക്കെ? വൈഫ് ബാംഗ്ലൂരിലാണ്, ഞങ്ങൾ അവിടെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. മകള് US-ലാണ്. തൻ്റെ മകളെവിടെ ഋതിക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ യാമിനി പറയുന്നു, മോൾ അകത്തുണ്ട്, രാവിലെ തന്നെ കോളേജിൽ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക, ഞാൻ വിളിക്കാം. മോളെ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് കണ്ടതാ. പിന്നെ അംബികയ്ക്കും ശേഖരനും ഒരു മാറ്റവും ഇല്ലല്ലോ, അതുപോലെ തന്നെ ഇരിക്കുന്നു. പ്രതാപൻ പറയുന്നു, സാറങ്ങ് വല്ലാണ്ട് മാറിപ്പോയി. അതുകൊണ്ടാണ് സാറിനെ കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയത്. യാമിനി ഋതിയെ വിളിച്ചോണ്ട് വരുന്നുണ്ട്. പ്രഭാകരൻ സാറിന് ഋതിയെ കണ്ടപ്പോൾ വലിയ സന്തോഷം. പണ്ട് കണ്ടതല്ലയോ എൻ്റെ ഋതിയ മോളെ, മോളങ്ങ് വളർന്നുപോയി. ഋതിയെ നോക്കിയിട്ട് അദ്ദേഹം പറയുന്നു, ഇത് സാക്ഷാൽ സൂര്യമംഗലം കൊട്ടാരത്തിലെ കുട്ടി തന്നെയാണ്. അത് കേട്ടപ്പോൾ അംബികയ്ക്കൊരു വല്ലാത്ത ദേഷ്യം വരുന്നു. പക്ഷേ യാമിനിക്കും ശേഖരനും വലിയ സന്തോഷമാകുന്നു. മോളിപ്പോൾ എന്ത് ചെയ്യുന്നു? BSc കഴിഞ്ഞു, ഇനി MScക്ക് പോകാൻ പോവാണ്. ഞാൻ കോളേജിൽ പോകാൻ റെഡിയാകുമായിരുന്നു, എനിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ടായിരുന്നു. എന്നാൽ മോള് പൊയ്ക്കോ എന്ന് അദ്ദേഹം വളരെ വാത്സല്യത്തോടെ ഋതിയോട് പറയുന്നുണ്ട്. ഇത് സരസ്വതി തമ്പുരാട്ടി തന്നെ, ഒരു സംശയവും വേണ്ട എന്നിങ്ങനെ പ്രതാപനോട് പറയുമ്പോൾ പ്രതാപന് വളരെ സന്തോഷമാണ് തോന്നുന്നത്. അംബിക ദേഷ്യം കൊണ്ട് കണ്ണു മുളപ്പിച്ച് പല്ല് കടിച്ചങ്ങനെ നിൽക്കുന്നു. അത് ശേഖരൻ കാണുന്നുണ്ടത്. സാറിപ്പോൾ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സാമ്യമുള്ളത് ഞാനും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് എന്നിങ്ങനെ പ്രതാപൻ വളരെ സന്തോഷത്തോടാണ് പറയുന്നത്. മോളെ അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു, എന്തൊക്കെയോ പ്രതാപൻ ഇങ്ങനെ ആലോചിക്കുന്നു. അംബിക അവിടെ ഉണ്ടോണ്ട് വിചാരിക്കുക, ദൈവമേ ഇവൻ വീണ്ടും റൂട്ട് മാറി പോവാണോ, ഇവൻ മോളെ സ്നേഹിക്കുവോ? ഇതൊക്കെ കണ്ടുകൊണ്ട് പ്രഭാകരൻ സാറ് ചോദിക്കുന്നു, എന്താടോ തനിക്കൊരു ടെൻഷൻ പോലെ? ഏയ് അങ്ങനെയൊന്നും ഇല്ല സാറേ, എന്നാലേ ഞാൻ പോകട്ടെ. എന്താ സാറേ ഉടനെ പോകണോ? പിന്നെ എനിക്ക് തിരികെ പോകണ്ടേടോ, താനിങ്ങോട്ടൊന്ന് വന്നേ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരുടെ പുറത്തോട്ട് പോയിരുന്നു എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷമായിടോ തന്നെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ. ഒത്തിരി നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. സാറേ എനിക്കും അതുപോലെ തന്നെയാണ്, വലിയ സന്തോഷം തോന്നുന്നു. താൻ ഏതായാലും ഭാഗ്യവാനാടോ, തൻ്റെ മാരേജ് ലൈഫ് സക്സസ്ഫുൾ ആയില്ലെങ്കിലും തനിക്ക് ഇത്രയും നല്ലൊരു മോളെ കിട്ടിയില്ലേ. ഒരു വിളക്കാണ് ആ മോള്. അവൾ കയറി ചെല്ലുന്ന വീട് ഒരു പ്രകാശത്തിൻ്റെ വിളക്ക് തന്നെ ആയിരിക്കും. അത് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഇല്ലേ? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ലല്ലോ. പൈതൃകം എവിടെയാ കിടക്കുന്നത്? സൂര്യമംഗലം കൊട്ടാരത്തിൽ. നന്മ മാത്രം ചെയ്തിരിക്കുന്ന പാരമ്പര്യം. മഹാദേവവർമ്മയുടെയും സരസ്വതി തമ്പുരാട്ടിയുടെയും കൊച്ചുമകളല്ലയോ ഋതിക? ആ കുട്ടിയെ സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കേണ്ടത് പ്രതാപവർമ്മയുടെ കടമയാണ്. അതൊക്കെ താൻ ചെയ്യുമെന്നും എനിക്കറിയാം. പക്ഷേ ആ കുട്ടിയുടെ കണ്ണുനീര് വീഴാൻ ഇടവരുത്തരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഋതിക മോടെ കല്യാണം എന്നെ അറിയിക്കണം. എത്ര തിരക്കുണ്ടായാലും ഞാൻ വന്നിരിക്കും. മോടെ കല്യാണം ഉറപ്പിച്ചിട്ട് ഞാൻ സാറിനെ അറിയിക്കാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ വർമ്മേ എന്നും പറഞ്ഞ് അങ്ങനെ യാത്ര പറഞ്ഞ് പ്രഭാകരൻ സാറ് പോവുകയാണ്. ഋതിക കോളേജിൽ പോകാനൊക്കെ ഒരുങ്ങി റോഡിൻ്റെ സൈഡ് വന്നിങ്ങനെ കാത്തു നിൽക്കുവാണ് രാജുവിന്. രാജു ഇങ്ങനെ സ്പീഡിൽ ബൈക്ക് വരുന്നുണ്ട്. ഞാൻ ലേറ്റായോ മാഡം? ഇല്ല രാജു, ഇനിയിപ്പോൾ രാജു ലേറ്റായാലും എനിക്കൊരു കുഴപ്പമില്ല. രാജു, വീട്ടിൽ നിന്നൊരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷമാണ് മാഡം? വീട്ടിൽ നിന്നൊരു ഗസ്റ്റ് വന്നു. അച്ഛനെ കാണാനിട്ടേ, കുറച്ച് ഏജ്ഡായിട്ടുള്ളൊരു അങ്കിളാ. എൻ്റെ അമ്മയുടെ കുടുംബക്കാരെക്കുറിച്ചാണ് ആ അങ്കിള് പറഞ്ഞത്. അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ കുടുംബത്തെക്കുറിച്ച് നല്ലത് പറയുന്നത് ഞാൻ കേട്ടു. അതിന് ഋതിക മേഡത്തിൻ്റെ അമ്മയുടെ കുടുംബക്കാർ അത്ര മോശക്കാരാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും ആ അങ്കിളിനോടെ വലിയ ബഹുമാനമായിരുന്നു എൻ്റെ അച്ഛന്. അല്ല, ഇങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ട് നിന്നാൽ മതിയോ? സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകണ്ടേ? എന്നാൽ എളുപ്പം കയറ്. അങ്ങനെ ഋതിക രാജുവിൻ്റെ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് ഇങ്ങനെ സ്പീഡിൽ പോവുകയാണ്. ഋതിക പറയുന്നുണ്ട്, രാജു ഈ കാറ്റിന് എന്തൊരു കുളിരാ. രാജു പറയുക, അതെ മഞ്ഞ് നിറഞ്ഞ പ്രഭാതമല്ലയോ മാഡം, അപ്പോൾ കുളിര് കാണും. ഈ യാത്രയ്ക്കും ഒരു കുളിരുണ്ട് രാജു എന്നും പറഞ്ഞ് ഋതിക ഇങ്ങനെ രാജുവിൻ്റെ തോളിൽ അമർത്തി പിടിക്കുന്നുണ്ട്. പ്രതാപൻ ഒറ്റയ്ക്കിരുന്ന് എന്തോ വലിയ ചിന്തയിലാണ്.
യാമിനി അത് കണ്ടിട്ട് അങ്ങോട്ട് ചെന്ന് ചോദിക്കുന്നു, ചേട്ടാ ചായയോ വല്ലതും വേണോ? ഇപ്പോൾ വേണ്ട യാമിനി, പക്ഷേ യാമിനിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ? ഋതികയുടെ കാര്യമാണ്. എല്ലാം യാമിനിക്ക് അറിയാമല്ലോ. അവളെൻ്റെ മകളാണെങ്കിലും ഒരു വിളിപ്പാടകലെ ഞാൻ അവളെ നിർത്തിയിട്ടുള്ളൂ. ഒരച്ഛൻ്റെ സ്നേഹമൊന്നും എനിക്ക് അവൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കതിനുള്ള ഉത്തരവും ഇല്ല. അവളെ എനിക്ക് സ്നേഹിക്കണമെന്ന് തോന്നിയിട്ടില്ല. ചിലപ്പോഴൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഞാനൊരച്ഛനാണോ എന്ന്. എനിക്ക് അവളുടെ അമ്മയോടുണ്ടായ പകയോ വൈരാഗ്യമോ ഒക്കെ കൊണ്ടായിരിക്കാം എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റാതെ പോയത്. ചേട്ടൻ ഈ പറയുന്ന കാര്യമൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമുണ്ട്. ഉള്ളത് പറയാമല്ലോ, എനിക്ക് ചേട്ടനോട് സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ ചേട്ടൻ്റെ ഈ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് ചേട്ടനോട് വെറുപ്പ് തോന്നിയിട്ടുണ്ട്. അതെനിക്കറിയാം യാമിനി. ഞാൻ പലപ്പോഴും ആത്മപരിശോധന നടത്തിയിട്ടുമുണ്ട്. മകളെ സ്നേഹിക്കാൻ കഴിയാതെ പോയ ഒരച്ഛനാണല്ലോ ഞാനെന്ന്. തിരക്കുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് ഒരു ന്യായം കണ്ടെത്തി സ്വയം എസ്കേപ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ അതല്ലല്ലോ യാമിനി സത്യം. അച്ഛനെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാ ചേട്ടാ. അവളുടെ ജീവിതം തന്നെ ചേട്ടനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അമ്മയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ സ്നേഹം കിട്ടാത്ത അവൾ അച്ഛനിൽ നിന്നോ ആ സ്നേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതും അവൾക്ക് കിട്ടിയില്ല. ഞാൻ കുമ്പസരിക്കുന്ന പോലെ എല്ലാം യാമിനിയോട് പറഞ്ഞതല്ലയോ, എനിക്കതിന് പറ്റിയിട്ടില്ല. എൻ്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിപ്പോയി. ഇനി എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നതുമില്ല. ഞാനിപ്പോൾ യാമിനിയെ വിളിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ. ഋതികയുടെ കല്യാണം നമുക്ക് വേഗം നടത്തണം. ഇനി താമസം വേണ്ട യാമിനി. യാമിനി അന്തം വിട്ട് പ്രതാപവർമ്മയെ ഇങ്ങനെ നോക്കുവാണ്. ദൈവമേ, ഈ അംബികയുടെ തലതെറിച്ച മോൻ്റെ തലയിലോട്ടാണോ വീണ്ടും ഈ പാവം കുഞ്ഞിനെ പിടിച്ച് കെട്ടിക്കാൻ പോകുന്നത്? പ്രതാപൻ പറയുക. യാമിനിയുടെ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. 2 തരത്തിൽ 2 പ്രാവശ്യം അവളുടെ കല്യാണം മുടങ്ങിയതാണ്. ഒന്നിൽ പഴച്ചാൽ മൂന്നെന്നാണല്ലോ പറയാറുള്ളത്. അതുകൊണ്ട് ഇനി നടത്താൻ പോകുന്ന കല്യാണമെങ്കിലും ഭംഗിയായിട്ട് നടത്തണം, നാടറിഞ്ഞ് നടത്തണം. അവൾക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ കൊണ്ടേ അവളുടെ വിവാഹം നടത്തത്തുള്ളൂ. അതിപ്പോൾ ആരായാലും എന്നിങ്ങനെ പ്രതാപം പറഞ്ഞപ്പോൾ പെട്ടെന്ന് യാമിനിക്ക് അങ്ങ് സന്തോഷമായി. അയ്യോ, എനിക്ക് വളരെ സന്തോഷമായി ചേട്ടാ. മോളിപ്പോൾ കോളേജിൽ പോയിരിക്കുക. അവൾ തിരിച്ചു വരട്ടെ, ഞാൻ മോളോട് സംസാരിച്ചോളാം. കൊള്ളപ്പലിശക്കാരി രുക്മിണി ഇങ്ങനെ ഓരോരുത്തർക്കും പൈസ കൊടുത്തതിൻ്റെ കണക്കെഴുതുവാണ്. വരാനുള്ളതും കൊടുക്കാനുള്ളതും എല്ലാം ഇങ്ങനെ കൂട്ടിക്കൂട്ടി എഴുതുവാണ്. രമ്യ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, അമ്മയ്ക്ക് എൻ്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ലയോ? അതെന്താ രമ്യ നീ അങ്ങനെ പറഞ്ഞത്? നിന്നെ ഒരു നല്ല വഴിക്കാക്കാൻ വേണ്ടിയല്ലയോ ഞാനിങ്ങനെ ജീവിക്കുന്നത്? എൻ്റെ മോളെ ഭാവിയിൽ നല്ല അന്തസ്സായിട്ട് ജീവിക്കണം. അതിനുവേണ്ടിയാണ് ഈ അമ്മ എല്ലാവരുടെയും കഴുത്തറുത്തിങ്ങനെ പലിശ മേടിക്കുന്നത്. അമ്മ എന്താ അംബിക മേഡം പറഞ്ഞതുപോലെ രാധമ്മയുടെ അടുത്ത് പോയി ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാത്തത്? എന്ത് കാര്യം? അമ്മ ശ്രീലക്ഷ്മിയെ അമ്മയുടെ മരുമകളാക്കുന്നത് അത് ഈ ജന്മം എനിക്ക് പറ്റത്തില്ല. അമ്മേ, കുറച്ചൊന്നുമല്ല, 1.25 കോടിയോളമാണ് അംബിക മേഡം ഇതിന് പാരിതോഷികം പോലെ അമ്മയ്ക്ക് തന്നിരിക്കുന്നത്. എടി, ഞാനൊരു കൊള്ളപ്പലിശക്കാരിയാ. ഞാനേ ചാവുമ്പോൾ ഇതെല്ലാം സ്വർഗത്തോട്ടം കൊണ്ടുപോകാനിരിക്കുമല്ലയോ? എന്തോ സ്വർഗത്തോ? അമ്മേ, ഈ കൊള്ളപ്പലിശ മേടിക്കുന്നവരൊക്കെ സ്വർഗത്തിലല്ല നരകത്തിലോട്ടാണ് പോകുന്നത്. പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്നവർക്ക് ഞാൻ പൈസ കൊടുക്കുന്നത് നല്ല പ്രവൃത്തിയല്ലയോ? അതിന് ഞാൻ പലിശ മേടിക്കുന്നു. അതിലൊരു വീതം ഞാൻ ദൈവത്തിനും കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാടി ഞാൻ നരകത്തിൽ പോകുന്നത്? അയ്യോ എൻ്റെ അമ്മേ, സ്വർഗവും നരകവും ഒക്കെ അവിടെ കിടക്കട്ടെ. അംബിക മേഡം പറഞ്ഞ വ്യവസ്ഥയനുസരിച്ച് അമ്മ എപ്പോഴാണ് രാജുവിൻ്റെ വീട്ടിൽ ചെന്ന് രാധമ്മയോട് സംസാരിക്കുന്നത്? അതെ, അങ്ങ് ചുമ്മാതങ്ങ് കയറി ചെന്നൊന്നും പറയാൻ പറ്റത്തില്ലടി പെണ്ണെ. ഒരു നല്ല ദിവസവും നേരവും നോക്കിയാണ് പോയി പറയേണ്ടത്. അത് ഈ അമ്മ അങ്ങ് ചെയ്തോളാം. അപ്പോൾ ഫ്രണ്ട്സ്, ഋതിക സൂര്യമംഗലം കൊട്ടാരത്തിലെ ചെറുമകളാണെന്നും മഹാദേവവർമ്മയും സരസ്വതി അമ്മയും അപ്പുപ്പനും അമ്മുമ്മയാണെന്നൊക്കെ ഋതികയെ അറിയാൻ പോവുകയാണ്. ഇനി അമ്മയായ പത്മാവതിയെ കണ്ടുപിടിക്കുകയും തടവിൽ കഴിയുന്ന ജഗന്നാഥനെ കണ്ടുപിടിച്ച് ജഗന്നാഥനിൽ നിന്ന് കിട്ടുന്ന റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.